Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ പ്രിയപ്പെട്ട ദൈവമേ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്യാഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എന്റെ ഒരാഗ്രഹം സാധിച്ചു തന്നില്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടതാ, പക്ഷെ അതിലൊന്നുപോലും നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ എന്നും മനസ്സുകൊണ്ട് വിചാരിക്കുന്നല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ മറന്ന് കളഞ്ഞില്ലേ ദൈവമേ. ഒന്ന് കിടന്നുറങ്ങ് നീയും ഉറങ്ങില്ല, മുകളിലുള്ളവനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത് നോക്ക്, നീ കുറച്ച് മനസമാധാനം താ. പക്ഷെ ഇതുവരെയായിട്ട് അയാൾ എനിക്കൊന്നും തന്നില്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടുവച്ചിരുന്നത്, പക്ഷെ അതിൽ എന്തെങ്കിലും ഒന്ന് ഇയാൾ സാധിച്ചു തരുന്നുണ്ടോ? ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. മോട്ടു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ എല്ലാ ഭക്തരുടെയും പ്രാർത്ഥന കേൾക്കാറുണ്ട്. ശരി, ഇന്ന് തൊട്ട് 3 ദിവസത്തേക്ക് നീ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കും. എന്തിനാ ഉറക്കം നശിപ്പിക്കുന്നേ? പത്തുലു, എന്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടടാ. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? 3 ദിവസം കൊണ്ട് എന്നെ എല്ലാ സ്വപ്നങ്ങളും സബലീകരിച്ചു തരുമത്രേ. ആശംസകൾ. ഇപ്പൊ ഉറങ്ങ, എന്നിട്ട് കാണ്. ദൈവം നിന്നോട് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയട്ടെ. ദൈവം നിന്നെ ഏപ്രിൽ ഫൂൾ ആക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിലോ? എന്റെ ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസ എടുത്ത്. ഇന്നലെ രാത്രി ദൈവം എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുവാ, ഉടൻ തന്നെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന്. പൊളിച്ചെടുത്തല്ലോ. എന്ത് സ്വപ്ന കണ്ടത് അത് പറയൂ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്താന്നറിയോ? വലിയൊരു ചുഴലിക്കാറ്റ് വന്ന് ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടാ. അതിലെ ചേട്ടന്റെ കടയും പറത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ചങ്ക്, ഈ സീസണിലെ ചുഴലിക്കാറ്റ് എവിടുന്ന് വരാനാ? എന്റെ അമ്മോ, ഇത്ര വലിയ ചുഴലിക്കാറ്റോ? ഇതിപ്പോ എവിടുന്നായി വരുന്നത്? നിങ്ങളിത് കേട്ടോ? മോട്ടുവിന്റെ സ്വപ്നത്തെ പറ്റി അറിഞ്ഞോ? ഒരു ചുഴലിക്കാറ്റ് വരുമത്രേ. അത് വന്നിട്ട് എന്റെ കടയൊക്കെ പറപ്പിക്കുമത്രേ. മോട്ടു പ്രവചനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കിടന്ന് ചിരിക്കണ്ട. മുകളിലുള്ള ദൈവം എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാ, 3 ദിവസം കൊണ്ട് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന്. എന്റെ മോട്ടു, നീ മിണ്ടാതിരുന്ന് സമൂസ കഴിക്കാൻ നോക്ക്. വെറുതെ ഓരോ തമാശ പറയണ്ട. എല്ലാവരും ഓടിക്കോ, ചുഴലിക്കാറ്റ് വരുന്നു. ശരിക്കും വരുന്നുണ്ട്. നമ്മളിനി എങ്ങോട്ടാ ഓടി രക്ഷപ്പെടുക? കണ്ടില്ലേ, എന്റെ സ്വപ്നം സത്യമാവുന്നു. എന്നാ ഓടിക്കൂ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ചുഴലിക്കാറ്റ് നിക്ക്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെല്ലാരും മുകളിലുള്ളവന്റെ അടുത്തേക്ക് പോകും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കലെന്ന് അറിഞ്ഞൂടെ പറ്റില്ല നിനക്ക്? നീ തന്നെ ആലോചിച്ച്. ഐഡിയ, വാ വേഗം ഈ കാറിൽ ഇരിക്കാൻ നോക്ക്. നീ എന്താ തമാശ കളിക്കുക? ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കാറിൽ പോയിരിക്കേണ്ടത്. കാറിലും പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ കറക്കുന്ന പേടിയാണോ? മോട്ട് കണ്ടില്ലേ കൊടയായിട്ട് ഇറങ്ങിയിരിക്കുന്നേ? ഞാൻ കറക്കൂന്ന് മേടിച്ചിട്ടല്ല, ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടതാ ഭയങ്കര വലിയൊരു മഴ വരുന്നതായിട്ട്. എന്നിട്ട് ഇവിടെയൊക്കെ നശിക്കുന്നത് പോലെ. മോട്ടു, നീ ഒന്ന് നിർത്ത്. ഒരു ദിവസം നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും എല്ലാ സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ചങ്ക്, ഇതുപോലുള്ള കാലാവസ്ഥയിൽ മഴ വരാൻ ഒരു ചാൻസും ഇല്ല. നാട്ടാരെ, നിങ്ങളിത് കേട്ടോ? മഴ വരുമത്രേ. എല്ലാവരും വീട്ടിൽ പോയി കൊടയെടുത്തോണ്ട് വന്നാട്ടെ. മുകളിലാണെങ്കിൽ മേഘങ്ങളും ഇല്ല, പൊള്ളുന്ന വെയിലും. മനുഷ്യൻ വേർത്തിട്ട് ഒരു വഴിക്കായി. ഇന്ന് മേഘങ്ങളൊന്നും ഇല്ലാതെ മഴ പെയ്യുമെന്ന്. മോട്ടുവിന്റെ സ്വപ്നം സഫലമാകണമല്ലോ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? ഇവന്റെ ഈ സ്വപ്നവും സത്യമായോ?
അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്നാ തോന്നുന്നേ. എന്റെ അമ്മോ! ഇല്ല. ഓടിക്കോ. ഇത്ര പെട്ടെന്നൊരു ഇടിയും മഴയും എങ്ങനെ സംഭവിച്ചു? എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ 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 എങ്ങനെ? നാട്ടാരെ, ഇത് വലിയ കഷ്ടമായി പോയി. മോട്ടുവിന്റെ സ്വപ്നമൊക്കെ ശരിയാവാൻ തുടങ്ങി. ഇവന്റെ സ്വപ്നം കാരണം നമുക്കാ ജീവിക്കാൻ വയ്യാതായത്. ഇനി നാളെ അവൻ വല്ല ഭൂകമ്പവും സ്വപ്നം കണ്ടാലോ? നമ്മുടെ കാര്യം കട്ട പോക. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവനെ ഉറക്കാതിരിക്കാൻ നോക്കാം. അവന് മൂന്ന് ദിവസത്തെ വരമാണത്തിന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ മോട്ടുവിനെ ഉറങ്ങാൻ സമ്മതിക്കരുത്. നിങ്ങൾ ഇതൊക്കെ കൂടി എന്താ ചെയ്യുന്നത്? എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഉറക്കം വായിക്കുന്നത്? ഞങ്ങൾ ഇന്ന് രാത്രി നിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. വീണ്ടും നീ വല്ല അപകടകരമായ സ്വപ്നം കണ്ടാലോ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? എന്റെ ഉറക്കം തടയാൻ ആർക്കും പറ്റില്ല. ഒന്ന് നിർത്ത്, പോയി ഇവിടുന്ന്. അല്ലെങ്കിൽ ഞാൻ ചിങ്ക സാറിനെ വിളിച്ച് കാര്യം പറയും. നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് നല്ല ചുട്ട പെട കിട്ടും. പോലീസ് ഇതാ എത്തിക്കഴിഞ്ഞു. Why fear when Chingam is here? ഞാൻ ഫുർഫുറെ നഗരത്തിലെ ജനങ്ങളോട് ഓർഡർ ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ആരും മോട്ടുവിനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ അനുവദിക്കരുത്. ഫുർഫുറെ നഗരത്തിലെ ജനങ്ങൾക്ക് ഇതൊരു ചാലഞ്ചാണ്. ഇന്നത്തോടെ ഇയാള് സ്വപ്നം കാണുന്നത് നിർത്തണം. എനിക്ക് എടോ എനിക്കാൻ പൊളിച്ചെടുത്തല്ലോ. ഈ ഒച്ചയിൽ ഇയാൾക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? മോട്ടു എനിക്ക് ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എനിക്ക് ഓ എന്റെ ചങ്കെ, നീ ഒന്ന് എണീക്ക്. ഇനി നീ തെറ്റായ സ്വപ്നമൊന്നും കാണരുത്. ഓഹോ, നല്ലൊരു സ്വപ്നം വരുന്നുണ്ടായിരുന്നു, ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. നല്ല സ്വപ്നോ? എന്ത് സ്വപ്നോ കണ്ട്? ഞാനൊരു വലിയ നിധി കണ്ടുന്നേ. എവിടെ കണ്ടു? എവിടെ കണ്ടു എന്ന് പറ. നീ സ്വപ്നത്തിൽ നിധി കണ്ടുവെങ്കിൽ അത് തീർച്ചയായും സത്യമായിരിക്കും. അത് കാണുമ്പോഴല്ലേ നിങ്ങൾ എഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ട് സ്ഥലം കാണാൻ പറ്റിയില്ല, പക്ഷെ നിധിയുണ്ട്. എന്റെ അമ്മോ, ഇത് അടിപൊളി സ്വപ്നം തന്നെയാണ്. താൻ വേഗം ഉറങ്ങിക്കോ. ഇപ്പൊ തന്നെ ഉറങ്ങ്. എന്നിട്ട് അതേ സ്വപ്നം കണ്ട് ആ നിധിയുള്ള സ്ഥലം ഏതാണെന്ന് പറ. നമ്മളിങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്ന എങ്ങനെ ഉറങ്ങാനാ? പത്തിലു ഉറക്കം വരാഞ്ഞാ ഞാൻ എന്താ ചെയ്യാ? നീ ഉറങ്ങിക്കോ മോട്ടു, ഞാൻ നിനക്ക് താരാട്ട് പാടിത്തരാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ പൊന്നു മോട്ടു, കിടന്നുറങ്ങിക്കോ. ഡാഡി മമ്മി വരുമ്പോ ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുവരും. അതിന്നൊന്ന് കഴിച്ചിട്ട് സുഖമായി ഉറങ്ങിക്കോ. ഒരു 2 ചോദ്യം ചോദിച്ചോട്ടെ? നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. താങ്ക് യു. ഇത്രയും വലിയ നിധി വേറെ എവിടെയും കിട്ടൂല. പൊളിച്ചെടുത്തല്ലോ. നിധിയുള്ള സ്ഥലം ഏതാണെന്ന് ഇപ്പൊ നമുക്കറിയാം. ഈ മോട്ടു ആർക്കാണ് താങ്ക്സ് പറയുന്നത്? ആ നിധിയുള്ള സ്ഥലം ഏതാണെന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ. മോട്ടു എനിക്കൂ, പറയൂ 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 പറയൂ. എന്ത് പണിയായി കാണിക്കുന്ന ചിങ്ങം സാറേ? എത്ര നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അത് കിട്ടിയോ ഇല്ലെന്ന് പറ. എവിടെയാണെന്ന് പറ. എവിടെ കിട്ടി? ഞാൻ ഒരാളുടെ കൂടെ നിധി അന്വേഷിച്ച് പോവായിരുന്നില്ലേ? അപ്പോഴത്തേക്കല്ലേ നിങ്ങളൊക്കെ എന്നെ എഴുന്നേൽപ്പിച്ചത്. എന്റെ അമ്മോ, എടോ താൻ ആരോടാ ഈ താങ്ക് യു എന്ന് പറഞ്ഞിരുന്നത്? ഞാൻ സ്വപ്നത്തിൽ ഈ ചായക്കട ചേട്ടൻ എനിക്ക് ഒരുപാട് സമൂസകൾ തന്നപ്പം ഞാൻ ഈ ചേട്ടനോട് താങ്ക് യു പറഞ്ഞതാ. ശരി, പുറത്തേക്ക് വാ. ആ നിധി എവിടെയാണെന്ന് പറ മോട്ടു. നീ ഇതുപോലൊരു സ്ഥലത്ത് കൂടെ അല്ലേ സ്വപ്നത്തിൽ പോയി എന്ന് പറഞ്ഞു മോട്ടു? ഞാൻ സ്വപ്നത്തിൽ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പത്തിലു. വീണ്ടും ഉറങ്ങ്, എന്നിട്ട് സ്വപ്നം കാണ്, എന്നിട്ട് ബാക്കി എന്താന്ന് പറ. എനിക്ക് ഇവിടെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിക്കോളാം. എന്താണ് തുറച്ചു നോക്കുന്നത്? വേഗം ഉറങ്ങ്, എന്നാലേ സ്വപ്നം കാണാൻ പറ്റൂ. കിട്ടിപ്പോയി. മോട്ടു എഴുന്നേൽക്ക്. എന്താ കിട്ടിയത്? കിട്ടിയെന്ന്. എന്റെ കൂടെ വരൂ. ഈ ഫുർഫുറി നഗരത്തിന്റെ നിധി എന്റേതായിരിക്കുകയാണ്. ഇതാർക്കും എന്റെ അടുത്ത് അപകരിക്കാൻ പറ്റില്ല. എല്ലാം എനിക്ക് സ്വന്തം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം വിട്ട് വേഗം നിധി കുഴിച്ചിടാൻ നോക്കണേ.
ഞാൻ പറഞ്ഞ നിധി അവിടെയാ ഉള്ളത്. Name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഇല്ല, ഇത് സംഭവിക്കാൻ പാടില്ല. ഈ നിധി ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടത്. ഇപ്പൊ അതൊക്കെ വെറും പാഴായി പോയില്ലേ. എല്ലാവരും വരുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് നിധി തരില്ല. മോട്ടു, ഇന്നാ പിടിച്ച സമോസ. ഈ ജോണിനെ നീ ശരിയായൊരു പാഠം പഠിപ്പിക്കേ. ഇവൻ ഫുർഫുറി നഗരത്തിനെ ബുദ്ധിമുട്ടിക്കുകയാ. അവന് സമൂസ കൊടുക്കുന്നത് നിർത്ത്. സമൂസ കഴിക്കാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. Hey, come in, please. മോട്ടുപത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. ഫുർഫുറെ നഗരത്തിലെ നിധി നിങ്ങൾ കാത്തു സൂക്ഷിച്ചു. മേയർ സാബിനോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി സമ്മാനം വാങ്ങിത്തരാം. Watch India's largest kids library only on Jio Hotstar. Download the app now.